ടി ജി നേരത്തെ ഉള്ള ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ട്രംപിന് വട്ടാണെങ്കിൽ ഖമേനിക്ക് മുഴുവട്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളന്ന് യുദ്ധമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ അമേരിക്കയുടെ ചില കൺസേൺസ്, അതായത് UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അവരുടെ ബേസുകൾ ആക്രമിച്ചേക്കാം എന്നുള്ളത് കണക്കിലെടുത്താണ് അവർ യുദ്ധത്തിന് ഒരുങ്ങുക എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അവർ യുദ്ധം ആരംഭിച്ചു. ഖമനേയി കൊല്ലപ്പെട്ടു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമേരിക്കയും ഇസ്രായേലും വിചാരിച്ച പോലെ ഇറാനെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. അല്ല, അമേരിക്ക വിചാരിച്ച പോലെ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അമേരിക്കയുടെ വിചാരം അതാർക്കും അറിയില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് യുദ്ധം നീണ്ടുപോകുന്നു, എന്ത് ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് അറിയില്ല, എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് യുദ്ധത്തെ അങ്ങ് ഉപേക്ഷിക്കും. ഇത് ഒരു ഡിസൈനായിക്കൂടെ? ടു ടേപ്പർ ഇറ്റ് ഓഫ്. യുദ്ധം ഇങ്ങനെ അതിൻ്റെ പീക്കിലെത്തിച്ചിട്ട് പിന്നെ കുറച്ച് വെടി നിർത്തിയെന്ന് ചോദിച്ചാൽ വെടിയൊന്നും നിർത്തിയിട്ടില്ല, അവിടെ ഇവിടെ ഇങ്ങനെ കുറച്ച് വെടി പോയിട്ട് ഇങ്ങനെ അങ്ങ് നീട്ടി അതങ്ങ് ഉപേക്ഷിക്കുക. അതൊരു തോൽവിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ അമേരിക്ക ഒരുപാട് സ്ഥലത്ത് തോറ്റിട്ടുണ്ട്. വിയറ്റ്നാമിൽ തോറ്റു, അഫ്ഗാനിസ്ഥാനിൽ തോറ്റു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അമേരിക്ക വാസ്തവത്തിൽ വിജയിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ ഒരു ഡിസിഷനാണെങ്കിലോ, ഈ നരസിംഹറാവു പണ്ട് പറഞ്ഞിരുന്നു, നോട്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഈസ് ഓൾസോ എ ഡിസിഷൻ. തീരുമാനമെടുക്കാതിരിക്കുക എന്നുള്ളതൊരു തീരുമാനമാണ്. അപ്പോൾ ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം, ആ തീരുമാനം മിക്കവാറും അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം സമ്മതിക്കണം, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, ഏറ്റവും വലിയ സൈനിക ശക്തിയുമാണ്, സംരക്ഷിതമായ ഒരു രാജ്യമാണ്. രണ്ട് വശത്തും വിശാലമായ കടലാണ്. ഒരു വശത്ത് പസഫിക്, മറ്റേ വശത്ത് അറ്റ്ലാന്റിക്. വടക്ക് വശത്ത് കാനഡ, അമേരിക്കയെ ഒരു ശല്യവും ചെയ്യില്ല. തെക്ക് വശത്ത് മെക്സിക്കോ, അമേരിക്കയെ ശല്യം ചെയ്യാൻ ആലോചിക്കുക പോലുമില്ല. അവിടെ നിന്ന് കുറേ പേര് ചാടി ഇപ്പുറത്തേക്ക് വരും, അതിന് വലിയ വേലിയൊക്കെ കെട്ടി അവിടെ കാവലുമൊക്കെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആർക്കും ശല്യം ചെയ്യാൻ പറ്റാത്ത, ആർക്കും ബോംബിടാൻ പറ്റാത്ത, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മഹാസാമ്രാജ്യമായിട്ട് പ്രകൃതി അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ മുഴുവൻ അടിച്ചോടിച്ച് ബാക്കിയുള്ളവർ റിസർവേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഏരിയയൊക്കെ തിരിച്ച് അങ്ങനെ അതിക്രൂരമായ ഒരു സാമ്രാജ്യത്വം എത്രയോ വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് അമേരിക്ക. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം, ജയം, തോൽവിയൊക്കെ അവർ ഓരോ ദിവസവും അവർ ടാർഗറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് പെട്ടെന്ന് ടി വിയിൽ ഫ്ലാഷ് വരുന്നു, യുദ്ധം എപ്പോൾ തീരുമെന്ന് അറിയില്ല എന്ന് ട്രംപ്. രാവിലെ അതേ ടി വിയിൽ ഞാൻ ഫ്ലാഷ് കണ്ടതാണ്, യുദ്ധം ഉടൻ നിർത്തുമെന്ന് ട്രംപ്. ഒരു 4 മണിക്കൂറായില്ല, യുദ്ധം എപ്പോൾ നിർത്തുമെന്ന് പറയാനാവില്ല എന്ന് ട്രംപ്. ഈ അവസ്ഥയിൽ നമ്മൾ എന്താ പറയുക? ഇത് ഈ കാർന്നോർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർന്നോർക്ക് ഭ്രാന്താണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഭ്രാന്ത് തന്നെ ഒരു ഡിസൈൻ ചെയ്തതാണെങ്കിലോ, ഹൗ ഡു യു നോ? അപ്പോൾ ഈ ഭ്രാന്ത് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് അമേരിക്കയ്ക്ക് കൺവീനിയൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഭ്രാന്തിനെ അംഗീകരിക്കും. ട്രംപിൻ്റെ ഭ്രാന്തിനെ അവർ അംഗീകരിച്ചു. ട്രംപിൻ്റെ യുദ്ധത്തിനുള്ള പവർ അത് കുറയ്ക്കാനായിട്ട് ഒരു ബില്ല് വന്നു. ആ ബില്ല് തോറ്റുപോയി. 5-6 വോട്ടിനാണ്, പക്ഷേ ട്രംപ് ജയിച്ചു. അപ്പോൾ അമേരിക്കക്കാർക്ക് യുദ്ധത്തോട് വലിയ വിരോധമൊന്നുമില്ല. അമേരിക്ക ജനത കുറച്ചെങ്കിലും പ്രൊട്ടസ്റ്റ് അവർക്കുള്ളത് ഈ താരിഫിട്ട് കളിച്ചതിലാണ്. അത് നഷ്ടക്കച്ചവടമായിപ്പോയി എന്ന് അവർക്ക് തോന്നുന്നു. അതിൻ്റെ പേരിൽ ട്രംപിനെതിരെ വലിയ കോലാഹലമൊക്കെ നടക്കുന്നുണ്ട്. ബാക്കി നടക്കുന്ന കോലാഹലം നേരത്തെ മുതൽ ട്രംപിനെതിരെ ഉള്ള ആൾക്കാരുണ്ട്. എൻവയൺമെൻ്റലിസ്റ്റുകൾ മുഴുവൻ ഇങ്ങർക്കെതിരാണ്. ഇങ്ങനെ ഈ കാർബൺ കണ്ടീഷൻ അത് ഇതൊന്നും ട്രംപ് വകവയ്ക്കുന്നില്ല.
കാർബണൊക്കെ അങ്ങ് ഉണ്ടായിക്കൊണ്ടിര, അത് അടുത്ത തലമുറ അതിൻ്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ കണ്ടോളൂ. നമ്മുടെ ജോലി ഇപ്പം നടക്കണം. അമേരിക്കയുടെ എണ്ണ ഉൽപ്പാദനം നിർത്തി വെച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുക, അത് കൺസ്യൂം ചെയ്യുക. അവസാനം ഇവരുടെയൊക്കെ തീരുമല്ലോ, 10-200 കൊല്ലം കഴിയുമ്പോൾ ഇവരുടെ തീരും. അപ്പോൾ ലോകത്ത് അമേരിക്കയുടെ കയ്യിൽ മാത്രമേ എണ്ണ ഉണ്ടാവുള്ളൂ. ഈ കണ്ടീഷനാണ് അമേരിക്ക നിന്നത്. ട്രംപ് വന്നിട്ട് ഒരു കാര്യവും കൂടാതെ ഡ്രിൽ ബേബി ഡ്രിൽ, കുഴിക്കിടാനുണ്ട. അല്ല ചേട്ടാ നമ്മുടെ ഡിസൈൻ, അതിലൊന്നും വലിയ കാര്യമില്ല. റഷ്യയും ഇതേ ഡിസൈനിൽ നിന്നാണ്. റഷ്യയുടെ സൈബീരിയൻ മേഖല മുഴുവൻ എണ്ണയാണ്. റഷ്യയും ഇത് തന്നെ ചെയ്തു. ബട്ട് യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ റഷ്യയും മാറി. എല്ലാവർക്കും എണ്ണ തരാം, വില കുറച്ച് തരാം, കാശ് വേണമല്ലോ യുദ്ധത്തിന്. ഇങ്ങനെ സാഹചര്യമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ലോകത്തിൻ്റെ. അപ്പോൾ അതിലിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിലൊന്നും തലവയ്ക്കാതെ ആകാവുന്നത്ര ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുക. ആരെങ്കിലും നമ്മളെ വെല്ലുവിളിച്ചാൽ തന്നെ കേട്ടില്ല എന്ന് വയ്ക്കുക. ഈ സാധാരണ മനുഷ്യർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ ധൈര്യം കാണിക്കാനായിട്ട് ഇറങ്ങി ചെല്ലുക, അത് മണ്ടത്തരമാണ് വാസ്തവത്തിൽ. നമുക്ക് ആവശ്യമില്ലാത്ത റോഡിൽ നിന്നൊരുത്തൻ കള്ളു കുടിച്ച് നമ്മളെ വെല്ലുവിളിക്കുന്നു. അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കത്തിക്കുത്ത് വാങ്ങേണ്ട കാര്യം എന്താ? അവനത് പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. ഇതേ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുള്ളൂ. വ്യക്തിതലത്തിൽ ചിലപ്പോൾ ഇറങ്ങി അവന് അയൽവക്കത്തുകാരെയും കൂട്ടിയിട്ട് ഇവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് വരും. ബട്ട് അന്താരാഷ്ട്ര തലത്തിൽ അത് അനാവശ്യമായ ഇടപെടലാണ്. അപ്പോൾ ഭാരതം ഇപ്പം ചെയ്യുന്നത് ഇതിലൊന്നും തലവയ്ക്കാതെ നമ്മുടെ കാര്യം, സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരിഭ്രമിക്കാനായിട്ടൊന്നുമില്ല. നമ്മളിൽ ആവശ്യത്തിന് ഓയിലുണ്ട്, ഗ്യാസുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമുക്ക് കരാറുണ്ട്. അത് 10 ബാരലെങ്കിൽ 10 ബാരൽ. ആരുടെ അടുത്തൊക്കെ എണ്ണയുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് കരാറുണ്ട്. ഗ്യാസിന് കരാറുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി പല സ്ഥലത്തും പോകുമ്പോൾ എന്തിനാണ് ഈ വിചിത്രമായ സ്ഥലത്തൊക്കെ പോകുന്നത് എന്ന് നമുക്ക് തോന്നിയിരുന്നു. 5 ദിവസം കൊണ്ട് 8 രാജ്യങ്ങൾ സന്ദർശിച്ച് വരിക. അപ്പോൾ അന്ന് ഏറെ വിമർശനമുണ്ടായി, ഇങ്ങനെയൊക്കെ ഈ ചുറ്റി നടപ്പ് തന്നെ പണി. ബട്ട് ഇപ്പോൾ മനസ്സിലാകുന്നു എന്തിനാണ് അവിടെയൊക്കെ പോയിട്ട് അവരൊക്കെ ആയിട്ട് കരാറുണ്ടാക്കിയത് എന്തിനായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്ക് പരിഭ്രമിക്കാനൊന്നുമില്ല. ആകെ ഇതേ ഉള്ളൂ, ഫ്ലൈറ്റിൽ കുറച്ച് വ്യത്യാസം വരും. കപ്പലുകൾ ദൂരദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ അത്രയും കപ്പൽ കൂലി കൂടുമല്ലോ, അതിൻ്റെ ഒരു വർധനവ് ഓയിലിലും വന്നു എന്ന് വരാം. ഇപ്പോൾ ഗ്യാസിന് 60 രൂപ കൂട്ടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായെന്ന് വരാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നമ്മൾ രാജ്യം വളരെ സ്റ്റേബിളാണ്, നമുക്ക് പരിഭ്രമിക്കാനൊന്നുമില്ല. ഒരു രീതിയിലും ഈ യുദ്ധത്തിൽ നമ്മൾ തലവയ്ക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് ഈ കുരങ്ങ് നമ്മുടെ അല്ല, ഈ സർക്കസും നമ്മുടെ അല്ല. നമുക്ക് കാണികളായിട്ട് ഇരുന്നാൽ മതി. കാരണം 2-3 കുരങ്ങന്മാരുണ്ട് ഈ സർക്കസ് കൊണ്ട് നടക്കുന്നവർ. അവരത് കൊണ്ട് നടന്നിട്ട് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാനും പറ്റില്ല. ഇപ്പോൾ ഇറാൻ്റെ കൂടെ നിൽക്കണം. ശരി, കൂടെ നിൽക്കണം, എന്ത് ചെയ്യണം? നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു 2 ലക്ഷം പട്ടാളക്കാരെ തോക്കും ടാങ്കും ഒക്കെ ആയിട്ട് ടെഹ്റാനിലേക്ക് വിടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? അങ്ങനെ ചെയ്യുന്നത് വിവേകപൂർണ്ണമാകുക. എന്ത് ചെയ്യാൻ പോകുക അവിടെയൊക്കെ പോയിട്ട്? ഇപ്പോൾ ചുമ്മാ ആൾക്കാരെ വെറുപ്പിക്കാം എന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇറാൻ്റെ കൂടെ ഈ ഇറാൻ്റെ കപ്പൽ ചേട്ടാ ഞാനും ഇവിടെ ഒന്ന് അടുപ്പിച്ചോട്ടെ, അടുപ്പിച്ചോ. ഒരു കപ്പൽ മുങ്ങിപ്പോയി, 3 കപ്പലായിരുന്നു. അതിൽ ഒരാൾ പറഞ്ഞു ഞാൻ ശ്രീലങ്കയിൽ കടന്നോളാം. മറ്റേ ആൾ പറ്റില്ല, ഇന്ത്യ തീരത്ത് എന്നെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചുറ്റി ഇങ്ങോട്ട് പോര്, കൊച്ചിയിൽ നമുക്ക് കിടക്കാം. മറ്റേ ആൾ ഞാൻ തിരിച്ച് പോവുകയാണെന്ന് പറഞ്ഞു. പോകല്ലേ പോകല്ലേ. മറ്റ് 2 പേരും ശ്രീലങ്കയും നമ്മളും പറഞ്ഞു പോകല്ലേ, അപകടമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും സാരമില്ല, ഞാൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ പോയിട്ടാണ് അയാൾ ഇൻ്റർനാഷണൽ അതിർത്തിയിലേക്ക് ആ പാവം കയറിയതും അമേരിക്ക മുക്കിക്കളഞ്ഞു. അമേരിക്ക നോക്കിയിരിക്കുകയായിരുന്നു എപ്പോഴാണ് ഇവൻ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ വാട്ടേഴ്സ്, അല്ലെങ്കിൽ ശ്രീലങ്കൻ വാട്ടേഴ്സാണ്. അതിൽ കയറി മുക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ, മുക്കിയാൽ അതൊരു പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ഒരു അന്തർവാഹിനി ഇങ്ങനെ വാച്ച് ചെയ്യുന്നു.
എപ്പോഴാണ് ഇവൻ ഈ വര കടക്കുന്നത്? വര കടന്നു, അവർ തകർത്തു. പല കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ട് ഇവിടെ എങ്ങാനും കഞ്ഞി കുടിച്ച് കിടക്കാമായിരുന്നു. ഇപ്പോൾ ഇവിടെ 183 പേര് ഈ കൊച്ചിയിലുണ്ട്. IRIS 11, അതിൻ്റെ പേര് 11 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ കൊച്ചിയിലുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്തു നമ്മുടെ അർണബ് ഗോസ്വാമിയുടെ ആൾക്കാർ. അവരെ അറസ്റ്റ് ചെയ്തു. പലക്കാർ ഇവർ സ്പീഡ് ബോട്ടിൽ ഇറാനിയൻ കപ്പലിൻ്റെ 11 അടുത്തേക്ക് പാഞ്ഞു. CISF പിടിച്ചു, അറസ്റ്റ് ചെയ്തു. സ്പീഡ് ബോട്ട് ഇവിടുത്തെ ഒരു മലയാളിയുടെയാണ്. അവന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ട് കായലിൽ ഓടിക്കാമല്ലോ. വെച്ച് പിടിക്കട ആ കപ്പലിനെ നിർക്കുക. അവൻ വെച്ച് പിടിച്ചു CISF. അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. പക്ഷേ ഇതേ കാര്യം ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ചെയ്തു. അവർ ചെയ്തത് മട്ടാഞ്ചേരി വാർഫിൽ നിന്ന് കിഴക്കോട്ട് നോക്കി വീഡിയോ എടുക്കുകയായിരുന്നു. കായലിലിറങ്ങിയില്ല. അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഞാൻ അവരുടെ പേരുകൾ പറയാത്തത് FIRൽ അവരുടെ പേരില്ലാത്തതുകൊണ്ടാണ്. മറ്റേ FIRൻ്റെ റിപ്പോർട്ടർ ചാനലിൻ്റെ 2 പേരുടെ പേര്, റിപ്പബ്ലിക് ചാനലിൻ്റെ 2 പേരും, പിന്നെ ഈ സ്പീഡ് ബോട്ടിൻ്റെ ഡ്രൈവർ. ഇവരുടെ പേരെനിക്കറിയാം, ഞാൻ പറയുന്നില്ല. FIRൽ വന്നിട്ടില്ല. ചോദ്യം ചെയ്ത് വിട്ടയച്ച് അവരെ FIRൽ അവരുടെ പേര് കൂടെ ചേർക്കാനായിട്ട് CISF പറയുന്നുണ്ട്. കേരള പോലീസ് കുഴപ്പത്തിലാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഇടപെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, ചാനലുകളെ രക്ഷിച്ചെടുക്കണ്ടേ. അതുകൊണ്ട് പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിലിടപെട്ട് ഇതുവരെ FIRൽ പേര് ചേർത്തിട്ടില്ല. ഇവിടുത്തെ ഹാർബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അല്പം കുഴപ്പത്തിൽ നിൽക്കുകയാണ് 2 ചാനലുകൾ. ഇത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടല്ലോ, അതിൽ ചാരവൃത്തി അതിലാണ് വരുന്നത്, എസ്പിയനേജ്. അപ്പോൾ ഇത് CISFും നേവിയും ഒക്കെ കാണുന്നത് നമ്മളോട് അഭയം ചോദിച്ച് വന്ന ഒരു കപ്പൽ, ആ കപ്പലിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കോർഡിനേറ്റ്സ് ഈ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഏഷ്യാനെറ്റിൻ്റെ വീഡിയോ അവർ പുറത്ത് വിട്ടതാണ് വാർത്തയായിട്ട്. അതിൽ കൃത്യമായിട്ട് നമുക്ക് അക്ഷരങ്ങൾ വായിക്കാം, അതിൻ്റെ ഡെക്കിൽ നിൽക്കുന്ന ആൾക്കാരെ കാണാം. അത്ര സൂക്ഷ്മമായ വിവരം സാറ്റലൈറ്റിന് പോലും ഇത്ര കൃത്യമായിട്ട് കിട്ടില്ല. കാരണം ഇവിടെ നിന്ന് അടുത്ത് നിന്ന് എടുക്കുന്ന മൂവി ക്യാമറയുടെ ക്ലാരിറ്റി സാറ്റലൈറ്റിനുണ്ടാവില്ല. ഈ സാധനം ഇൻ്റർനെറ്റിലൂടെ പോയി കഴിഞ്ഞു, യൂട്യൂബ് വഴിക്കുമെല്ലാം. അത് പോലീസ് അതിൽ പറയുന്നത് നയതന്ത്രപരമായ തീരുമാനമെടുത്ത് ഇന്ത്യ രാജ്യം അഭയം കൊടുത്ത ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കപ്പലിൻ്റെ വിവരങ്ങൾ ടെലിവൈസ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാരാ? റിപ്പബ്ലിക്കാണ്. മറ്റവർ ശ്രമിച്ചതല്ല, അവരെടുത്തിട്ട് വിട്ട് കഴിഞ്ഞു. അപ്പോൾ അവരുടെ FIR വരുമ്പോൾ ശ്രമിച്ചു എന്നല്ല, അത് ചെയ്തു എന്ന് തന്നെ ഇറക്കേണ്ടി വരും. പിന്നെ അത് ഞങ്ങൾക്ക് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് അതിൽ ഊരാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാം. 14 വർഷം വരെ ശിക്ഷ കിട്ടുന്ന കുറ്റമാണത്. 14 വർഷം വരെ ചാരവൃത്തിയായിട്ടാണ് അത് കൂട്ടുന്നത്. നിർഭാഗ്യവശാൽ ഇതിന് കേസെടുക്കേണ്ടത് കേരള പോലീസാണ്. CBIക്ക് കേസെടുക്കാം, പക്ഷേ CBI പിണറായി വിജയൻ്റെ അനുമതി വേണം, അത് കൊടുക്കില്ലല്ലോ. അപ്പോൾ CBIക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ NIAയിൽ ഇത് പെടുത്താം, അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പക്ഷേ NIA അത്ര ബുദ്ധിമുട്ടി വളഞ്ഞു ചുറ്റി അതൊക്കെ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമാണ്. ഏതായാലും ഇതാണ് സാഹചര്യം. ഇതുപോലത്തെ നിസ്സാര കാര്യം പോലും നിസ്സാരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാം. നാളെ ഈ ഇറാനിയൻ കപ്പൽ ഇവിടെ കൊച്ചിയിൽ കിടക്കുന്നു, അതിലൊരു സ്ഫോടനം നടക്കുന്നു എന്ന് വയ്ക്കുക, ഒരു മൈനർ സ്ഫോടനം, ഒരാൾ മരിച്ചു, കുറച്ച് പേർക്ക് പരിക്ക്. അപ്പോഴായിരിക്കും ഇതൊക്കെ പൊങ്ങി വരുന്നത്. ഈ കപ്പലിൻ്റെ ഡീറ്റെയിൽസ് ആരുടെ കയ്യിലൊക്കെ ഉണ്ട്, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു. യുദ്ധക്കപ്പലാണിത്, വെറും കപ്പലല്ല. യുദ്ധക്കപ്പൽ, ഈ 3ഉം യുദ്ധക്കപ്പലാണ്. ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. ഈ ഡേഞ്ചറസ് ഇൻഫർമേഷൻ ഇങ്ങനെ എടുത്തിട്ട് ചുമ്മാ അങ്ങ് TV വഴി പരത്തുക ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ ഒരു ആവേശം അങ്ങനെയാണ്. കേരളം നമ്പർ 1 ആകുന്നത് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഇനി
വരുമ്പോൾ നോക്കാം. ഞാൻ പറയുന്നത് ഇതുപോലും ചെയ്യാതെ അനാവശ്യമായിട്ടുള്ള ഫോട്ടോ എടുപ്പ്, വീഡിയോ എടുപ്പ്. ഇപ്പോൾ ഒന്നാമത് ആ ബർത്തിലുണ്ടല്ലോ, നേവിയുടെ ബർത്താണത്. ആ ബർത്തിൽ നമ്മളുടെ അസറ്റ് കിടപ്പുണ്ട്. ഇറാൻ്റെ ഒരു കപ്പൽ മാത്രമല്ല, നമ്മളുടെ അസറ്റ്സും പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെയാണ്. ഇതൊക്കെ ഉത്തരവാദിത്തത്തോടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ ഒഫീഷ്യൽസിനും ഇത് വേണം. ഇപ്പോൾ കായലിൽ നിന്ന് വീഡിയോ എടുക്കുന്നവനെ പിടിക്കും, കരയിൽ നിന്നാൽ കുഴപ്പമില്ല പിടിക്കും. അതെന്ത് പരിപാടിയാണ്? കായലിലിറങ്ങി എന്നുള്ളതാണ് അർണാം ഗോസ്വാമിയുടെ ടീം ചെയ്ത കുറ്റം. ഇവർ കായലിൽ ഇറങ്ങിയില്ല, കരയ്ക്ക് നിന്നു, വീഡിയോ പിടിക്കുകയും ചെയ്തു. വീഡിയോ പിടിക്കുകയും. ഇത് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിയാണ് പ്രൊഹിബിറ്റഡ്. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഇപ്പോൾ നേവൽ ബേസിൽ മൊത്തം അവർ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്, നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോഗ്രാഫി. ഫ്രം വിച്ച് പ്ലേസ് അത് എഴുതിയിട്ടില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഫോട്ടോ എടുക്കാമെന്നല്ല. ആകാശം ഓപ്പൺ ആണല്ലോ. സോ ഒരു ഡ്രോൺ അങ്ങ് പരത്തിയിട്ട്, നമ്മുടെ കല്യാണത്തിനൊക്കെ ഡ്രോണില്ലേ, അത് ഒരു ഡ്രോൺ പരത്തിയ ഒരു വീഡിയോ എടുക്കാൻ നോക്കി പിടിച്ചോണ്ട് പോകും അവർ. അപ്പോൾ അതിനകത്ത് കയറിയോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഫോട്ടോ എടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതെടുക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഇതൊന്നും മാനിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇറാനോടുള്ള ഭക്തി. അല്ല, ഈ ഇറാൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന UAE-ക്കെതിരെ ആക്രമണം, ഖത്തറിനെതിരെ ആക്രമണം, സൗദിക്കെതിരെ ആക്രമണം, ബഹറിനെതിരെ ആക്രമണം, ഒമാൻ, എല്ലാ GCCയിലുള്ള മിക്ക രാജ്യങ്ങൾക്കെതിരെയും ആക്രമണമാണ്. ഈ രാജ്യങ്ങളെല്ലാം ഒരു കാലത്ത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നം തരുന്ന രാജ്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അന്നം തരുന്ന രാജ്യങ്ങൾക്കെതിരെ ഇറാൻ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇറാൻ്റെ സൈഡാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല വിഭാഗങ്ങളും. അതങ്ങനെയാണ്. അവർ നോക്കുന്നത് മോദി ഏത് സൈഡിലാണെന്നാണ്. അതിനെതിരായിട്ട് നിൽക്കുക. മോദി അന്നം തരുന്ന രാജ്യങ്ങളുടെ കൂടെയാണെങ്കിൽ അത് എതിർക്കും. പാട്ടിന് കിടന്നാലും ശരി, മോദിയെ എതിർക്കും. ഇത്രയേ ഉള്ളൂ. മോദി ഇപ്പം 4 ദിവസം തുടർച്ചയായിട്ട് ഇറാനെ അനുകൂലിച്ചു എന്ന് വെച്ചോ, മെല്ലെ ഈ ലോജിക്ക് അങ്ങോട്ട് മാറും. അന്നം തരുന്ന രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് തിരിയും. അത്രയേ ഉള്ളൂ. അവരുടെ അജണ്ട അത്രയേ ഉള്ളൂ. ഈ യുദ്ധത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടായിരിക്കും? ഇത് നിൽക്കുമോ? ഉടനെ കാണും? എങ്ങനെയായിരിക്കും? നിർത്താതെ പറ്റില്ല, എവിടെയെങ്കിലും അവസാനിക്കണ്ടേ. അല്ലാതെ ലോകം മുഴുവൻ ഇങ്ങനെ വിറപ്പിച്ച് ഇവർക്ക് നിർത്താൻ പറ്റുമോ? അതൊന്നുമില്ല. ഒരുപക്ഷെ ഈ മകൻ മുസ്തഫ ഖമനൈ, അയാളെ കൂടെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേതാവ് ആരാണെന്ന് തീരുമാനിക്കുക, എന്നിട്ട് വേണം ഞങ്ങൾക്ക് കൊല്ലാൻ. അപ്പോൾ അവർ തീരുമാനിച്ചു, മിക്കവാറും 2-3 ദിവസത്തിനകം ഇവർ കൊല്ലുകയും ചെയ്യും. അതോടെയെങ്കിലും തീരുമെന്ന് വിചാരിക്കാം. ഒന്നാമത് യുദ്ധം തീരാനേ ഇറാനും അമേരിക്കയും വിചാരിച്ചാൽ പോരാ, ഇസ്രായേലും കൂടെ വിചാരിക്കണം. അയാളാണ് ഇതിനകത്തെ മെയിൻ പ്ലെയർ. അയാളാണ്. പറയുമ്പോൾ എല്ലാവരും ട്രംപ്, ഖമനൈ എന്നൊക്കെ പറയും. ഇതിനകത്ത് റിയൽ ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത് നെതന്യാഹു ആണ്. നെതന്യാഹു വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം നിൽക്കും.